ക്രിസ്മസ് ഡേയുടെ ഒരു തിരക്കുള്ളൊരു ദിവസമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ ഒരുപാട് പ്ലാനൊക്കെ നേരത്തെ ഇട്ടിരുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണം, അങ്ങനെയാണല്ലോ. വെക്കേഷൻ വരുമ്പോൾ നമ്മൾക്ക് വിചാരിക്കും എവിടെയെങ്കിലുമൊക്കെ പോകണം. ഇങ്ങനെ ഒരേ വെക്കേഷൻ ആവാൻ ഇങ്ങനെ കാത്തിരിക്കും, അടുത്ത വെക്കേഷൻ ഇന്ന സ്ഥലത്ത് പോകണം ഇങ്ങനെയൊക്കെ. പക്ഷേ ഇത്തവണത്തെ വെക്കേഷൻ ഫ്ലോപ്പായി പോയിട്ടാ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് തന്നെയാണ്. അപ്പോൾ അന്നാണ് ആൾക്ക് ലീവ് കിട്ടുന്നത്. നടക്കുള്ള ദിവസമായ കാരണം നമ്മൾക്കിപ്പോൾ ലീവ് ഞായറാഴ്ചയുടെ അടുത്ത് ഏകദേശം അടുത്തൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ നമുക്ക് അടുപ്പിച്ച് ലീവ് എടുക്കാം. ഇതിപ്പോൾ വെനസ്ഡേ അവധിയായ കാരണം നമുക്ക് പിന്നെ ലീവ് അങ്ങനെയൊന്നും, എന്നാലും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെനസ്ഡേ തന്നെ പോകാം, ബുധനാഴ്ച ക്രിസ്മസിൻ്റെ അന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വാശി തീർത്തുള്ള ഒരു ഇടിയപ്പം ഉണ്ടാക്കലാണെന്ന്. അപ്പോൾ എന്തായാലും ഇടിയപ്പവും മുട്ടക്കറി ആകാമെന്ന് കരുതി. അപ്പോൾ ക്രിസ്മസ് ഡേ ആയിട്ട് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കറിക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. ഒരു മുട്ടക്കറി ഇടിയപ്പമാണ്. ഇന്ന് പോകാത്ത മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട് പണി ക്രിസ്മസിൻ്റെ തൊട്ട് മുൻപ് തന്നെ നമുക്ക് തീർക്കണം. ക്രിസ്മസിൻ്റെ അന്ന് നല്ല ലൈറ്റൊക്കെ തെളിയിച്ച് നല്ല അടിപൊളിയാക്കണമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നതായിരുന്നു കേട്ടോ. അതും ഒക്കെ ഒരു കണക്കൂട്ടലിലാണല്ലോ നമ്മളുടെ ജീവിതമൊക്കെ പോകണം. അങ്ങനെ കണക്കൂട്ടിയിരുന്നതാണ്. പക്ഷേ ചിലപ്പോൾ ചില പണിക്കാർ വരുമ്പോൾ ചില പണിക്കാർ വരില്ല. അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ കയറ്റി ഇറക്കുമൊക്കെ കാരണം നമ്മളുടെ പണി അങ്ങനെ അങ്ങ് നീണ്ടുപോയി. അപ്പോൾ പിന്നെ നമ്മൾക്ക് വീടിൻ്റെ പണി കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങൾക്കൊക്കെ പോകണമായിരുന്നു. അതിൻ്റെ ഒരു ദിവസം ഇതൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാരണം പിന്നെ നമ്മൾ നോക്കിയപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും സമയമില്ല കേട്ടോ ആ സമയത്ത് പോകാൻ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ന്യൂ ഇയറിനോടനുബന്ധിച്ചെങ്കിലും ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഓട്ടത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് മുറ്റത്തൊക്കെ വിരിക്കുന്ന സ്റ്റോൺ വാങ്ങിക്കാൻ വേണ്ടി പോകുകയുണ്ട്. അപ്പോൾ കടപ്പയൊക്കെ ഇടണം. അപ്പോൾ ഇനി അതിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ പെരുമ്പാവൂർ അവിടെയുള്ള ഒരു സ്ഥലത്താണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ നേരത്തെ തന്നെ റെഡി ആയിക്കാൻ ആൾ പറഞ്ഞു. അപ്പോൾ കറക്റ്റ് 11:30 തന്നെ വരുമെന്ന് പറഞ്ഞിട്ടാണ് ആൾ വീട്ടിൽ നിന്ന് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഇപ്പോൾ പിള്ളേരും ഒക്കെ ഉള്ളവരെ നമുക്ക് ഇനിയിപ്പോൾ വെക്കേഷനും ഇതൊക്കെ കാരണം അവരെയും കൂട്ടിക്കൊണ്ടുണ്ട് ഇപ്പോൾ എല്ലായിടത്തും പോകണം. അപ്പോൾ 4 വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഇതൊക്കെ വാങ്ങിക്കണതും ഇതൊക്കെ അവർക്കും മനസ്സിലാക്കാനൊക്കെ കഴിയും. പിന്നെ അവരുടെ ഒരു അഭിപ്രായം ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലായിരിക്കില്ല പുതുതലമുറ കാണുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്കൊരു വേറിട്ടൊരു ഇതൊക്കെ അഭിപ്രായമൊക്കെ ആയിരിക്കും പറയാനുണ്ടാണ്. അപ്പോൾ അതെല്ലാം ചോദിച്ചറിയുക ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റോണൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഉച്ച സമയമായി, ലഞ്ചിൻ്റെ ടൈമായി, ഒരു 1:30-2 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ അമ്മ ഉണ്ണിയൊക്കെ പറഞ്ഞ് ഇവിടെ ജിബിനാസ് കഫേ എന്നും പറഞ്ഞ് ഒരു ഇതുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിലും ഇതിലൊക്കെ റീൽസ് ഇടുന്ന ആളുടെ ഷോപ്പുണ്ട്, നമുക്ക് അവിടെ പോകാം, കുറച്ച് അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി നോക്കി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ അധികം ആളുകളെ ഒന്നും ആരും കണ്ടില്ല. പുറത്തൊന്നും അങ്ങനെ ഫുഡിൻ്റെ വലിയ ഇതൊന്നും സംഭവം തോന്നിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ഇനിയിപ്പോൾ പെരുമ്പാവൂരുള്ള കുഞ്ഞാപ്പൂസ് ലാണ്ട പോണത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കയറി ഒന്ന് കഴിച്ചു നോക്കണം. ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഷോപ്പിൽ വരുന്നത്. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലൊക്കെ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തത്, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിൽ പോയിപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കയറിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്മസിന് ഞങ്ങളുടെ ഫുഡ് കുഞ്ഞാപ്പൂസിലണ്ട. അപ്പോൾ ഇവിടെ ധാരാളം തിരക്കായിരുന്നു, വണ്ടികളൊക്കെ ധാരാളം വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾക്കൊരു സൈഡിൽ ഒരു കോർണറിൽ സീറ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അതേ ഒരു ഡ്രൈയുടെ അകത്ത് ഒരു വാഴയിലൊക്കെ വെച്ച് ഇങ്ങനെ ഒരു രീതിയിൽ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. വാഴയില അതേതായാലും നന്നായി, അവർക്ക് എടുത്തുകൊണ്ട് പോകാനും എളുപ്പമുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ വിളമ്പണ പോലെ തന്നെ അവർ അതിന് തൂക്ക് പാത്രത്തിൽ കൊണ്ടുവന്ന് അച്ചാർ ഉണ്ടായി, മധുരമുള്ള കറി ഉണ്ടല്ലേ, പുളിങ്കറി പോലത്തെ ആ ഒരു മധുരമുള്ള ഈന്തപ്പഴം അച്ചാർ അതുണ്ടായിരുന്നു. പിന്നെ സാലഡൊക്കെ ഒരുപാട് ഇട്ട് തരികയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇതാണ് നല്ല മധുരമുള്ള കറി, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂന് ചെറിയ ചിക്കൻ ബിരിയാണി, ക്വാർട്ടർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. അമ്മൂന് ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണി വാങ്ങിച്ചു. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറ്, കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ഇറച്ചിയും പോലത്തെ ഉള്ള രീതിയാണ്. അപ്പോൾ ഉണ്ണിയും ഉപ്പച്ചിയും കൂടി വാങ്ങിച്ചത് നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. അതൊക്കെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ചിക്കൻ ബിരിയാണി അമ്മ വാങ്ങിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിലും കുറച്ചുകൂടി എനിക്കിഷ്ടമായത് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബീഫായിരുന്നെന്ന് തോന്നുന്നു ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരിത്. കൂടുതൽ ആളുകൾ ബീഫും മട്ടനൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണി, പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ പല ഇത് വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിച്ച് ടേസ്റ്റൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നോക്കിയത്.
നല്ല വൃത്തിയും നല്ല ഇതൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അതനുസരിച്ച് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഈ മസാല ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല ഫ്രഷ് സാധനമായിരുന്നു. ഫ്രഷ് മസാലയും ബീഫും ഒക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് ഇതായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ചുകൂടി നല്ലത് ബീഫ് കറി ഇതായിരുന്നു കേട്ടോ. കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ബീഫ് കറി ആയിരുന്നു. പക്ഷേ എല്ലാം നല്ലതാണ്. പക്ഷേ ചിക്കൻ എനിക്ക് അത്ര അങ്ങ് ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതേ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ അതിനിടയ്ക്ക് അവർ അവിടുന്ന് സ്റ്റോണൊക്കെ നമ്മൾ എടുത്തത് അവർ കയറ്റി വിട്ടിട്ടുണ്ട്, വണ്ടിയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ യൂണിയൻകാരെയൊക്കെ വിളിച്ചു പറഞ്ഞ് പിന്നെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുകയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പിന്നെ പൊടിയൊക്കെ അടിച്ച് പിന്നെ ആകെ ഒന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് പിന്നെ ഇറങ്ങിയത് കേട്ടോ. ഇനിയിപ്പോൾ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ അവധി ദിവസം തന്നെ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് പോകേണ്ട. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇനിയിപ്പോൾ എറണാകുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫാൻസി ലൈറ്റൊക്കെ എടുക്കണ്ട കേട്ടോ. എറണാകുളം മാർക്കറ്റ് റോഡിൽ നിന്നാണ് നമ്മൾ ഫാൻസി ലൈറ്റുകളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുൻപും ഈ ഷോപ്പിൽ വന്നാണ് എടുത്തത്. ഇവിടെ നല്ല നല്ല സെലക്ഷനും ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റേറ്റ് ആണെങ്കിലും നമ്മൾ മറ്റുള്ള കടകളിലൊക്കെ നോക്കി നമ്മൾ റേറ്റ് നോക്കിയെങ്കിലും പക്ഷേ ഈ ഷോപ്പിലുണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവർ തരും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫാൻസി ലൈറ്റുകളൊക്കെ ഈ ഫാൻസി ലൈറ്റുകൾ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ് കേട്ടോ. കാരണം കണ്ടില്ല അവിടെ കിടക്കണത് ഇതുമാതിരി ലൈറ്റുകളും ഇതൊക്കെ കിടക്കണത് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കണം അവിടെ ഇത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ ഫാൻസി ലൈറ്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭംഗി തോന്നണം, ആ ഒരു രീതിയായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് അവരിങ്ങനെ ഓരോന്ന് നമ്മൾ ലൈറ്റ് പറയുമ്പോൾ അവരിങ്ങനെ ഓൺ ചെയ്ത് കാണിക്കും, ഓഫ് ചെയ്ത് കാണിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കി എടുത്ത് പിന്നെ മിററൊക്കെ വാങ്ങിക്കാൻ തൊട്ടടുത്ത് തന്നെ മിററിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയി വാങ്ങിച്ച് അങ്ങനെ കുറേ സമയം എടുത്ത് ഇപ്പോൾ ഒരു 6 മണി ആവാറായപ്പോഴാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ നിന്ന് സെലക്ഷനെല്ലാം കഴിഞ്ഞത്. പിന്നെ സിറ്റ് ഔട്ടിലുള്ള ഫാൻസി ലൈറ്റ് അങ്ങനെ പല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റ് റോഡിൽ തന്നെ ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ കയറി ചായ കുടിക്കുകയും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനും ഇവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ ഞാനും ഉണ്ണിയും പറഞ്ഞു ഞങ്ങൾക്ക് വട വേണമെന്നും പറഞ്ഞ് അങ്ങനെ വട വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ വേറെ ആർക്കും ഒന്നും വേണ്ട, അവരൊക്കെ ചായ മാത്രം കുടിച്ചോളൂ. അപ്പോൾ അങ്ങനെ ആ ഷോപ്പിൽ അവിടെ ഉപ്മാവുണ്ട്, പിന്നെ പൂരിയുണ്ട്, കറിയുണ്ട്, അങ്ങനെ അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് മുൻപ് വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജി ഓർത്തിട്ടാണ് ഇപ്പോൾ കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതേ MG റോഡിലൂടെ നമ്മളിനി നേരെ പോവുകയാണ്. അപ്പോൾ കടകളിലൊക്കെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു, സന്ധ്യയായി തുടങ്ങി. ഇനിയിപ്പോൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തുമ്പോൾ ഒരു നേരമാകും കേട്ടോ. അപ്പോൾ ആ മെട്രോയുടെ അടിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഈ വെക്കേഷൻ നമ്മൾ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മളിപ്പോൾ 2 ദിവസം വേറെ എവിടെയെങ്കിലും പോയി നിൽക്കണം കേട്ടോ. നമ്മളുടെ സ്ഥലത്ത് തന്നെ അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി സ്റ്റേ ആവണം. രാവിലെ പോയി വൈകിട്ട് വരുന്നതാണെങ്കിലും നമുക്ക് അത്രയൊക്കെ രസം ഉണ്ടാവില്ല കേട്ടോ. 2 ദിവസം മാറി നിന്നാലേ ഉള്ളൂ വെക്കേഷൻ്റെ ഒരു ഇതൊക്കെ തോന്നുള്ളൂ. അപ്പോൾ നമ്മളിനിയിപ്പോൾ എന്നാലും നമ്മൾ അത്ര ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ കാരണം കൂടുതലും ഇനിയിപ്പോൾ എടപ്പള്ളി ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും കുറച്ച് തിരക്കിയത്. ഇപ്പോൾ അത് പോത്തീസിൻ്റെ ആ ഒരു സൈഡാണ് ആയേക്കണ കലൂരുള്ള. അപ്പോൾ എടപ്പള്ളിയിൽ പിന്നെ ലുലുവിൻ്റെ അവിടെ എത്തുമ്പോഴായിരിക്കും കുറച്ചെങ്കിലും തിരക്കും ഇതൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കാതെ നമുക്ക് വൈകിയാലും കുഴപ്പമില്ലല്ലോ, നാളെ സ്കൂളിൽ പോകണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇതായിരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കണ്ടല്ലോ. അപ്പോൾ അമ്മൂനാണെങ്കിൽ എക്സാം കാരണം ആ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ പിന്നെ അമ്മൂനെ ഒറ്റക്കാക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ അമ്മവും കൂടിയാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഉണ്ടി പിന്നെ വരാതെ ഇരിക്കൂലല്ലോ, എന്തൊക്കെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ മുമ്പ് ഇറങ്ങും. പിന്നെ ഉണ്ണിയൊക്കെ പറയണ്ടായിരുന്നു, അവരുടെ ഫ്രണ്ട്സൊക്കെ അമ്മവും പറയണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സൊക്കെ ഓരോ സ്ഥലത്തേക്ക് റിസോർട്ടിലൊക്കെ പോയി താമസിക്കണം, അവിടെ പോയി ഇവിടെ പോയി, നമ്മൾ മാത്രം എങ്ങും പോയില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ പോകാത്തതൊന്നും അല്ലല്ലോ, ഇനിയാണെങ്കിലും പോകാമല്ലോ, ദിവസം ഉണ്ടല്ലോ, ഇപ്പോൾ സമയം ഇല്ല, തിരക്ക് കാരണം അല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർക്ക് സമാധാനമായിട്ടാണ് പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്ന പ്രായവും ഇതൊക്കെ കഴിഞ്ഞു. കുറച്ചുകൂടി ചെറുതായിരുന്നപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പോയില്ലെങ്കിൽ പിന്നെ ആകെപ്പാടി പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ മനസ്സിലാവും കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ ഇടപ്പള്ളിയിലൂടെ പോകണം. ഇടപ്പള്ളി പള്ളിയിലപ്പോൾ ക്രിസ്തുമസൊക്കെ കാരണം ഭയങ്കരമായിട്ട് അലങ്കരിച്ച് എന്ത് ഭംഗിയിലായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ സെൻറ്റ് ജോർജ് പള്ളി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ നേരെ ലുലുവിൻ്റെ അടുത്തേക്ക് കിടക്കുകയാണ്. പക്ഷേ ഇവിടെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര രസമാണ്.
ഇനിയിപ്പോൾ ഫുഡ് വീട്ടിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് ഫുഡുള്ള ഇതൊക്കെ മതി. ഇനിയിപ്പോൾ രാത്രി ആയാലും എന്തെങ്കിലും ചപ്പാത്തിയോ സാലഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ പിന്നെ കഞ്ഞിയാണ് കേട്ടോ കുടിക്കണത്. എനിക്ക് കഞ്ഞിയാണ് ഇഷ്ടം. അപ്പോൾ കുക്കറിലേക്ക് ഇച്ചിരി അരിയിട്ട് കഞ്ഞിയാക്കി അത് കുടിക്കും. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല കഞ്ഞി കുടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ വെക്കേഷൻ്റെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞങ്ങളുടെ വെക്കേഷൻ പോണത്. മൊത്തം ഫ്ലോപ്പായി പോയ ഒരു വെക്കേഷനാണ് ഈ തവണത്തെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വെക്കേഷൻ ഇതിലും നല്ല അവസരങ്ങളും യാത്രകളും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിപ്പോൾ പോവുകയാണ്. എല്ലാം ഓരോരോ പ്രതീക്ഷയാണല്ലോ. നമ്മൾ പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ജീവിതത്തിലൊരു രസം ഉണ്ടാകുള്ളൂ. കാത്തിരിക്കുന്നതും ഓരോ നല്ല നാളേക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും പ്രതീക്ഷകളും ഇതൊക്കെയാണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഓരോരോ രസങ്ങളും. അപ്പോൾ അതിനായിട്ട് നമ്മളും കാത്തിരിക്കേണ്ട. അപ്പോൾ റേഡിയോയിലൂടെ ഞാൻ കേൾക്കായിരുന്നു MD. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാകാരനാണ് കേട്ടോ MD. ഒരുപാട് പേരുണ്ട് കഥാകാരന്മാർ, പക്ഷേ MDയുടെ ആ ഒരു പഴയ നോവലുകളും ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ മൻമോഹൻജി അതും നമ്മളെ വിട്ടുപോയി. അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ വിട്ടുപോകേണ്ട പ്രമുഖരെല്ലാം നമ്മളെ വിട്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ഇവിടെ.